നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. പോർച്ചുഗീസ് നാവികനായ ചരിത്ര നായകനെ സ്വീകരിച്ച നാട്, സാമൂതിരി തമ്പുരാന്റെ സ്വന്തം നാട്. വലിയങ്ങാടിയും മിഠായിത്തെരുവും മാനാഞ്ചിറയും തുടങ്ങി ചരിത്ര വേലിയേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോഴിക്കോട് നഗരം. KT മുഹമ്മദും SK പൊറ്റക്കാടും തിക്കോടിയനും UK ഖാദറും തുടങ്ങി സാംസ്കാരിക പൈതൃക കാഴ്ചപ്പാടുകൾക്ക് വെള്ളവും വളവും നൽകിയ കോഴിക്കോട് നഗരം. സാംസ്കാരിക കലാ സാഹിത്യ രാഷ്ട്രീയ ഗരിമയിൽ കോഴിക്കോടിന്റെ സ്ഥാനം ചെറുതല്ല. ഈ ചരിത്രഭൂമികയുടെ തിരുനെറ്റിയിൽ അടയാളം തീർത്തുകൊണ്ടാണ് 1934 സെയിന്റ് ജോസഫ് പള്ളി രൂപം കൊള്ളുന്നത്. നിറമറ്റ് പോകാവുന്ന തിരക്കുകളും ആഘോഷങ്ങളുമുള്ള ദ്രുതവേഗതയിലേക്ക് ആത്മീയതയുടെ നേരിയ തിരിനീട്ടി വിശുദ്ധ ജോസഫ് എന്ന നാമധേയത്തിൽ ഒരു ദേവാലയം ഇവിടെ ആശീർവദിക്കപ്പെട്ടു 1939. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും വിശുദ്ധനായ ജോസഫിനെ ചേർത്ത് നിർത്തി കോഴിക്കോട് നഗരത്തിൽ അവർ വിശ്വാസത്തിൻ്റെ വിത്തുകൾ വിതച്ചു. നീണ്ട 84 വർഷ കാലയളവിൽ നഗരത്തിൻ്റെ വിളക്കായും വെളിച്ചമായും സെയിന്റ് ജോസഫ് ടൗൺ പള്ളി മാറുകയായിരുന്നു. ഇന്ന് ആത്മീയ വഴിയിൽ കെടാവിളക്കേന്തിയ കരങ്ങളുമായി ഫാദർ ജിജു അവർക്ക് മുന്നേയുണ്ട്. നാഥനായും നായകനായും ഇടയനായും യേശുവിനോടൊപ്പം. അനന്തകരുണാമയനായ ദൈവപിതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസ സഭയെ വഴി നടത്തുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഉണ്ടായ നിരവധിയായ യുദ്ധങ്ങളുടെയും ആഭ്യന്തര കലാപങ്ങളുടെയും ഫലമായി കുടുംബങ്ങൾ ഛിന്നഭിന്നമാക്കപ്പെടുകയും കുട്ടികൾ സമൂഹത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തു. ഈ കുട്ടികളെയും സ്ഥാനഭ്രംശം സംഭവിച്ചിരിക്കുന്ന യുവാക്കളെയും കുടുംബങ്ങളുടെ പുനരുദ്ധാരണത്തിനുമായി യേശുവിൻ്റെ കരുണാർദ്ര സ്നേഹം ഇവരിലേക്ക് എത്തിക്കുന്നതിനായി 1832 വിശുദ്ധ ബർത്തലോമ്യ ഇറ്റലിയിലെ ലോവരയിൽ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസ സഭയ്ക്ക് രൂപം നൽകി. സന്യാസ സമൂഹത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിലേക്ക് വിളിക്കപ്പെട്ട വിശുദ്ധ ബർത്തലോമ്യയുടെ ദൗത്യം ഏറ്റെടുക്കുന്നതിനായി നിയുക്തമായത് വിശുദ്ധ വിൻസെൻസ ജെറോസയായിരുന്നു. 185 വർഷങ്ങൾ പിന്നിടുമ്പോൾ 20 രാജ്യങ്ങളിലായി ഇന്ന് ഈ സഭ വളർന്നു പന്തലിച്ചു നിൽക്കുകയാണ്. സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസ സഭയുടെ കോഴിക്കോട് പ്രോവിൻസിൻ്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട് സിറ്റി സെൻറ്റ് ജോസഫിൽ ഞങ്ങൾ സേവനമനുഷ്ഠിക്കുന്നു. അനാഥരായ ബാലന്മാരും മാർഗഭ്രംശം സംഭവിച്ച യുവതികളെയും വൃദ്ധരെയും സംരക്ഷിക്കുന്നതിനായി 1923 സെൻറ്റ് വിൻസെൻ്റ് ഹോം രൂപമെടുക്കുകയും അതിൻ്റെ ശാഖയായി സെൻറ്റ് വിൻസെൻ്റ് കോളനി ഹോളി റെഡിമേഴ്സ് കോൺവെൻറ്റ് നിലവിൽ വരികയും ചെയ്തു. അനാഥരുടെ വിദ്യാഭ്യാസത്തിനായി ഈശോ സഭാംഗമായ ബ്രദർ സ്പിനലിയാണ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസ സഭയിലെ സെൻറ്റ് വിൻസെൻ്റ് കോളനി LP സ്കൂളിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും 1944
സെൻറ്റ് വിൻസെൻ്റ് കോളനി LP സ്കൂൾ നിലവിൽ വരികയും ചെയ്തു. ഇതിൻ്റെ നേതൃത്വസ്ഥാനം ഏറ്റെടുക്കുന്നതിനായി സിസ്റ്റേഴ്സ് അനാഥാലയത്തിൻ്റെ നേതൃത്വസ്ഥാനവും 1945 ഏറ്റെടുത്തു. സാധാരണക്കാരായ ആളുകളുടെ വിദ്യാഭ്യാസത്തിനായി സെൻറ്റ് വിൻസെൻ്റ് കോളനിയിലെ ഓർഫനേജിലെ കുട്ടികൾ വിവിധ രൂപതകളിൽ നിന്നും ഇവിടെ എത്തുകയും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ സുരക്ഷിതത്വവും ഈ ഓർഫനേജ് അവരുടെ പഠനത്തെയും സഹായിക്കുന്നു. നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്ന കുടുംബങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് അവരെ സ്വാന്തനിപ്പിക്കുന്നതിനും അവർക്ക് ഞങ്ങളാൽ കഴിയുന്ന സഹായം നൽകുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സെൻറ്റ് ജോസഫ് ഇടവകയിലും മതബോധനത്തിലും CLC, ലീജൻ ഓഫ് മേരി എന്ന് തുടങ്ങി വിവിധ സംഘടനകളിൽ ഞങ്ങൾ നേതൃത്വം നൽകുന്നു. ഞങ്ങളെ ഇത്രയും കാലം വഴി നടത്തിയ സർവേശ്വരന് നന്ദി പറയുന്നതോടൊപ്പം ഞങ്ങളുടെ ജീവിതപാതയിൽ ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങൾക്ക് വേണ്ട സഹായവും പ്രോത്സാഹനവും ഞങ്ങൾക്ക് ചെയ്തു പോന്ന എല്ലാ വൈദിക ശ്രേഷ്ഠന്മാരെയും ഇടവക ജനങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വേണ്ട ഏകോപനവും സഹായവും സ്നേഹവും കരുതലും ചെയ്തു തരുന്ന സ്നേഹബഹുമാനപ്പെട്ട ജിജു അച്ഛനും ടോമച്ചനും കുര്യാക്കോസ് അച്ഛനെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾക്ക് ഒരനുഗ്രഹമായി പ്രോത്സാഹനമായി നിൽക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട കോഴിക്കോട് രൂപതാധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ പിതാവിനെയും ഞങ്ങൾ സ്നേഹത്തോടെ സ്മരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടികൾ തങ്ങളുടെ മണവാളനെ പാടിപ്പുകഴ്ത്തുമ്പോൾ അവരുടെ ആഹ്ലാദത്തിൽ നമുക്കും പങ്കുചേരാം.
എൻ്റെ പേര് ജോളി ജെറോം. ഞാൻ പാരിഷ് കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ഈ പള്ളിയിൽ സേവനമനുഷ്ഠിക്കുന്നു. ചരിത്രമുറങ്ങുന്ന കോഴിക്കോട്ടെ 8 പതിറ്റാണ്ടിലധികം പാരമ്പര്യവും പൗരാണികതയുമുള്ള സിറ്റി സെൻറ്റ് ജോസഫ് ദേവാലയത്തിലെ നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന ഊട്ടുനേർച്ചയെക്കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ ഏറെ സന്തോഷത്തോടു കൂടി നിങ്ങളോട് പറയുകയാണ്. 1983 അന്നത്തെ ഇടവക വികാരിയായിരുന്ന റവറൻ ഫാദർ സിറിയക് താമരശ്ശേരിയുടെ കാലഘട്ടത്തിൽ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾക്ക് നേർച്ച ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അന്ന് 30 കിലോ അരിയും 250 ആളുകളെയും ലക്ഷ്യം വെച്ചായിരുന്നു ആ നേർച്ച ഭക്ഷണം ഒരുക്കിയിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം 1996 അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഇന്നത്തെ കോഴിക്കോട് രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞൂർ തോമസ് പനക്കലച്ചനാണ് ഇന്ന് കാണുന്ന ഔദ്യോഗിക ഊട്ടുനേർച്ച ആരംഭിച്ചത്. 250 ആളുകളെ ലക്ഷ്യം വെച്ച് തുടങ്ങിയ ഊട്ടുനേർച്ച ഇന്ന് 10,000-ഓളം ആളുകൾ ഭക്ഷണം കഴിച്ചു പോകുന്ന കോഴിക്കോട് സിറ്റിയിലെ തന്നെ വലിയൊരു സംഭവമായി മാറിയിരിക്കുകയാണ്. തുടക്കത്തിൽ ഞങ്ങളുടെ തന്നെ മാതൃസംഘടനയിലെ മെമ്പർമാരായിരുന്നു ഭക്ഷണങ്ങൾ പാകം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത് മാറി ഞങ്ങളുടെ വളണ്ടിയേഴ്സിനെ കൂടാതെ തന്നെ 35ഓളം പാചക തൊഴിലാളികൾ രാപ്പകൽ അധ്വാനിച്ചുകൊണ്ടാണ് ഊട്ടുനേർച്ചയ്ക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഒരുക്കുന്നത്. ഇത്രയും ആളുകൾ നേർച്ച ഭക്ഷണം കഴിച്ചു പോരുന്ന മറ്റൊരു ആരാധനാലയം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇല്ല എന്നതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. ഊട്ടുനേർച്ചയ്ക്ക് വേണ്ട സൗകര്യങ്ങളും അനുബന്ധ കാര്യങ്ങളും അതുപോലെ സാമ്പത്തികവും വികാരി അച്ഛനോ കമ്മിറ്റി മെമ്പർമാരോ ആരുടെ അടുത്തും പോകാതെ തന്നെ ഈ പള്ളിയുടെ തിരുമറ്റത്ത് എത്തിച്ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യം. Singing is powerful. We have a greater reason and purpose to unify our voices to praise God. Let us shape our hearts so we can love one another. Let's hear a song by the family band Elhan. One thing that I want
with a grateful heart, with a song of praise, with an outstretched arm, I bless your name. Thank you, Lord. I just wanna thank you, Lord. I want to thank you. Thank you, Lord. I just wanna thank you, Lord. Oh, thank you, Lord. Thank you, Lord. I just wanna thank you, Lord. I want to thank you. Thank you, Lord. I just wanna thank you, Lord. Thank you, Lord. Praise the Lord. I am Clinton Netto. I belong to the Anglo-Indian community in this parish. We have some Anglo-Indian families here, the Juliuses, the Cadosas, the Nettos, and the Poppins, and some others. For our benefit, we have the English Mass on Thursdays. On Thursdays, that was started by Reverend Father Thomas Panakil in 1999. That's also beneficial for the Mangalorian community. Recently, under the guidance of Reverend Father Jiju, we have initiated a charismatic prayer group that goes on every Friday in the evening, and we have a praise and worship schedule, and that has greatly helped the spiritual welfare of the English-speaking community. The Anglo-Indians here, though a minority, still form an integral part of the parish. Thank you. മുണ്ടും ചട്ടയും ധരിച്ച് സിംബൽ എന്ന സംഗീതോപകരണത്തിൻ്റെ അകമ്പടിയോടെ നാടോടി സംഗീത താളത്തോടൊപ്പം ചുവട് വയ്ക്കുന്ന മാർഗംകളി കേരളത്തിലെ സുറിയാനി ക്രൈസ്തവ അനുഷ്ഠാന കലാരൂപങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു നൃത്തരൂപമാണ്. വിശുദ്ധ തോമാസ് ലീഹായുടെ ജീവചരിത്രം ഇതിവൃത്തമാക്കിയ ഈ നൃത്തം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ഞങ്ങളുടെ പ്രിയ കൂട്ടുകാർ. Kal
കഴിവതിനൗവണ്ണമേ എന്നരുൾ ചെയ്യുക ഒതുത്തെ കഴിവതിനാദിതുക തകതിത്തയകതിത്തയകതയ്യത്തെ എന്നിവയെല്ലാം കണ്ണുനിരാലെ തുമയുണർത്തിച്ച നേരം തെരി എങ്ങും വിളങ്ങുന്ന നായൻ മിശിഹ പെത്തരുൾ ചെയ്യുവാൻ തുടങ്ങി തെരി നീയൊരു വെത്തായെന്നൊരു ചിന്ത ഉള്ളിൽ നിനക്കതു വേണ്ട തെരി നിന്നുടെ കൂടെ ഞാനുണ്ട് കൂട്ട് നീ പോകും നാടതിലെല്ലാം തെരി നിന്നുടെ വാക്കും നിലവുകളും നോക്കും ഭാഷയറിഞ്ഞു തകീടും തെരി നിന്നിനവെല്ലാം എന്നിനവല്ലോ ഇനിയുറയ്ക്കാകുലം വേണ്ട തെരി എന്നതിനാൽ ഇപ്പോൾ ഞാൻ ഇന്നു നിന്നെയും വിറ്റുവില വാങ്ങിയെന്നാ തെരി 7 നിറങ്ങളും 7 തികപ്പാൻ ചിട്ടു കൊടുക്കുന്നു വേറെ തെരി ത്രിലോകനാഥൻ കാശെടുക്കാൻ പാൻ തോമയുടെ മക്കൾ കൊടുത്തു തെരി ചുറ്റി വരുമ്പോൾ അന്നോടരുൾ ചെയ്തു യാത്ര വിധിച്ചരുൾക്കാതെരി ഇരനൊടിഞ്ഞുടൻ കൊണ്ടുവരുമോ എന്തു രസിച്ചു തെയ്യാകതിന്തേ ഇവണ്ണം കെട്ടും കീലയവരെ ഇവരെ കൊണ്ടവണ്ണം വേണമെന്ന് ഇടൽ പേരുത്തു വിളിച്ചു ചോടൻ തമ്പിയെ തമ്പി വാ അണയട്ടെന്നും തമ്പിയും താനുമായി വേണ്ടുവോളം കരകാര്യങ്ങളെ ചിന്തിക്കുന്നു അലാലായി രജനി വണ്ണം ചെന്നാൽ എന്നോടെ തമ്പി നീ കേൾക്ക വേണം തമിപ്പോൾ നമ്മുടെ വചകാലം പെട്ടപ്പോൾ പെട്ടിട്ടിൽ നർക്കും മുൻപേ നറുവാടുന്ന നൃപന്മാർക്കാർക്കും നടക്കേടിതുപോലെ വന്നിട്ടില്ല നടിനി ഞാൻ വാഴ്വാൻ യോഗ്യം പോലെ തമ്പി നീ വേണ്ടും പോൽ പരിപാലിക്കാം അനേരം തമ്പിയും അലലോടെ അതൻ പെട്ടൊരു ദണ്ടും ഉള്ളിലായി ആനന്ദം വരുമാറും മാലാകമാർ തിത്തയത്താര ആകാശ കൊണ്ടങ്ങും ലോകം ചേർന്നു അതുപോടു കണ്ണെന്റെ മുൻപിൽ ചെന്നു തിത്തയത്താര ആദരാൽ നിന്നവൻ കൈകൾ കൂപ്പി ആത്മാവ് ജാടരക്ക് പൂരിച്ചൂടാൻ ഹൃദയത്താര ആകയാൽ നിന്നവൻ കൈകൾ കൂപ്പി കീർത്തിച്ചു വഴി പോലാറിച്ചോരെ ഹൃദയത്താര കൃത്യമിതെല്ലാവർക്കും വേണമെന്ന് ആരൂഹിരായോനെ സ്തുതി ചെയ്തവൻ തിത്തയത്തര ആലസ്യം കൂടാതുയത്തു രാജൻ മനഗുണമുടയവനരുളാൻ വാനവർ മൈമയോടെത്തിയാൻ നഞ്ഞുടനെ ഇരുതിത്തെ മൃതല നേറിക്കെടും അതിനൊരു നേരത്തിൽ മംഗളമായവർ പുകീച്ച് ഇരുതിത്തെ കൈകൊണ്ടവരൊരു ഞൊടിയിലവാൽ ചെന്നറിയിച്ചവർ ചിന്നമലക്കെ ഇരുതിത്തെ കൈകൊണ്ടവരൊരു ഞൊടിയിലവാൽ ചെന്നറിയിച്ചവർ ചിന്നമലക്കെ ഇരുതിത്തെ നഗളോട് പല വക കിന്നര മഴകൾ നന്ദനി ഇപ്പോൾ പലതരമേ നന്മ വരും വക പല മൊഴിയിൽ നന്നായി മഴകൾ പുലമ്പിയതേ ഉടമ്പിൽ നിന്നുയിരെടുത്ത കാശേ ഉയരവനിരിപ്പിടം ഉകീച്ചെരുത്തിത്തെ ഉടമയുടയവനരുമ്പെടുത്തഴകാൽ നന്മ നിറഞ്ഞൊരു പള്ളിയുടെ ഇരുത്തിത്തെ വച്ചിട്ടുതമിന് മക്കളും മനതിനെ മരിക്കും വരും നടപ്പവരെ വൻമഴിയൊഴിയിൽ പെരിയവരൽ വഴി നിറമുടി തേടി പുലരാമേ Rose of white, beautiful land.
കാര്യത്തിൽ എനിക്ക് നല്ല സുഖ.